രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നേരിട്ട് പരാതിക്കാരില്ലെന്ന് അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 പേരുടെ പരാതികളിൽ 5 പേരും മൂന്നാം കക്ഷികളാണ്. രാഹുലിനെതിരായ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതിനും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചതിനുമാണ് എഫ്ഐആർ. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വി വിനീഷ് നൽകും. വിനീഷ്, സാധാരണ കേരളത്തിൽ പതിവ് പോലെ സംഭവിക്കുന്ന ഒരു വിഷയം, ഏതെങ്കിലുമൊക്കെ വിവാദം വരുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകളൊക്കെ വരും. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് യാതൊന്നും കേൾക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസ്, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമ പരാതികൾ, ആ പരാതികളിൽ നേരിട്ട് പരാതിക്കാർ ഇല്ല എന്നതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കോടതിയിൽ വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം കേസിൽ പ്രധാനമായും ക്രൈംബ്രാഞ്ച് പറയുന്നത്, നിലവിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, ഒപ്പം തന്നെ സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഫോണിലും സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നീ 3 കുറ്റങ്ങളാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ്. ഈ കേസ് എടുക്കാൻ തന്നെ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് 3 പേർ, മൂന്നാം കക്ഷികളായ 3 പേർ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നൽകിയിട്ടുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കേസ് ചുമത്തിയിരിക്കുന്ന സെക്ഷൻസ് BNS 78-2, 351, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പരാതിക്കാർ ഇല്ലാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമങ്ങളിൽ ഇരകളായ പെൺകുട്ടികളുടെ പരാതികൾ ലഭിക്കാത്ത സാഹചര്യം ക്രൈംബ്രാഞ്ചിനുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൂടുതൽ പേർ നിലവിലെ സാഹചര്യത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ആ മൂന്നാം കക്ഷികളായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ അന്വേഷണം വരുന്നത്. പൊതുസമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ, ഒപ്പം ഈ ലൈംഗിക അതിക്രമം നടത്തിയ പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിൽ ആക്രോശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതികളിൽ ഇപ്പോൾ നേരിട്ട് പരാതിക്കാരില്ല. ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം മൂന്നാം കക്ഷികളാണ് പരാതിക്കാർ എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ വി വിനീഷ് പങ്കുവച്ചു.